പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ BA എക്കണോമിക്സിലെ കോർ പേപ്പർ ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സ് 2ന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഫസ്റ്റ്, മാർക്കറ്റ്. What is market? Market consists of a group of buyers and sellers sufficiently close contact with one another for exchange of goods and service. നമ്മൾ കൺവെൻഷനൽ ആയിട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്, ആ പ്ലേസിൽ സാധനം കൈമാറ്റം ചെയ്യുന്നതിനെ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എക്കണോമിക്സിൽ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന എന്തിനും നമ്മൾ മാർക്കറ്റ് എന്ന് പറയും. മാർക്കറ്റിന്റെ ഫംഗ്ഷൻ, മാർക്കറ്റ് സെറ്റ്സ് വാല്യൂ. ഒരു പ്രൊഡക്റ്റിന് വാല്യൂ സെറ്റ് ചെയ്യുന്നത് മാർക്കറ്റാണ്. രണ്ടാമത്തെ മാർക്കറ്റ് ഓർഗനൈസേഴ്സ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ദ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ദ മാർക്കറ്റ് റേഷൻസ്. അതേപോലെ ദ മാർക്കറ്റ് പ്രൊവൈഡ്സ് ഫ്യൂച്ചർ. ഫേം, ഇറ്റ് ഈസ് എ entity that purchase various productive factors and transform them into output that are sold. ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് ഔട്ട്പുട്ട് ആക്കി വിൽക്കുന്നതിനെയാണ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഫേം എന്ന് പറയുന്നത്. വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ഇറ്റ് ഈസ് എ മാർക്കറ്റ് structure characterized by large number of buyers and sellers such that no one can affect the market price or quantity exchanged. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അവർ പ്രൈസ് ടേക്കറാണ്. അവർ മാർക്കറ്റിലെ പ്രൈസും ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യാത്ത ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ദേ എക്സ്ചേഞ്ച് ഓഫ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഇതിനെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് സ്മോൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ലാർജ് നമ്പർ ഓഫ് സ്മോൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, കുറെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ, പ്രൈസ് ടേക്കർ. അവരൊരിക്കലും പ്രൈസ് ഡിസൈഡ് ചെയ്യില്ല. മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന പ്രൈസ് അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഐഡന്റിക്കൽ പ്രൊഡക്റ്റ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ് ഇവർ വിൽക്കുന്നത്. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫാക്ടേഴ്സും പ്രൊഡക്ട്സും പെർഫെക്റ്റ് മൊബിലിറ്റി, മൂവ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഫ്രീഡം ടു എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഇതിലേക്ക് ഫേമായിട്ട് എൻട്രി ചെയ്യുന്നതിനും അതേപോലെ ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന എക്സിറ്റും ഫ്രീഡം, അവരുടെ ഫ്രീഡം ഉണ്ട്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. നെക്സ്റ്റ്, പെർഫെക്റ്റ് നോളജ്. ഇതിനെക്കുറിച്ച് ഈ മാർക്കറ്റ് സിറ്റുവേഷൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും. അതേപോലെ നോ എക്സ്റ്റേണാലിറ്റി ഉണ്ടായിരിക്കില്ല. അതുപോലെ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവും. ഡിമാൻഡ് AR ആൻഡ് MR കർവ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് AR ആൻഡ് MR കർവിനെ കുറിച്ചാണ് പറയുന്നത്. ദ മാർക്കറ്റ് പ്രൈസ് is determined by force of demand and supply. A firm under perfect competition is price taker. Firm എന്തായിരിക്കും? Price taker ആയിരിക്കും. The demand curve facing each firm in perfect competition is horizontal. ഇതിൽ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? horizontal to x-axis. Because variation in the firm's output over the range that it needs to consider have no noticeable effect on price. ഔട്ട്പുട്ടിൽ നോട്ടീസബിൾ എഫക്റ്റ് ഉണ്ടാവുമ്പോഴും എന്തില്ല, പ്രൈസിൽ മാറ്റം ഉണ്ടാവില്ല. ഒരു ഓവർ റേഞ്ചിൽ ഒരേപോലെ ആയിരിക്കും പ്രൈസ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ്, പ്രൈസ്, AR, MR പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെയിം ആയിരിക്കും. P=D=, ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ. Price determination in the market period. The market period or the very short run period in the market refers to the period of time which the market supply of the commodity is completely fixed. Market period short run period ആണ്. അവിടെ മാർക്കറ്റിലെ സപ്ലൈ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയിരിക്കും. When dealing with
perishable commodity in the market period, cost of production are irrelevant in the determination of the market price. മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇറലവൻ്റ് ആണ്. ദ എൻറ്റയർ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റീസ് ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് വാട്ട് എവർ പ്രൈസ് ഇറ്റ് ക്യാൻ ഫെച്ച്. എത്രയാണോ പ്രൈസ് അതിൽ എൻറ്റയർ ആയിട്ട് കമ്മോഡിറ്റി സപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ സപ്ലൈ ഫിക്സഡ് ആയിരിക്കും. സപ്ലൈ കർവ് എന്തായിരിക്കും? വെർട്ടിക്കൽ ടു വൈ ആക്സിസ് ആയിരിക്കും. മാർക്കറ്റ് പീരീഡിൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടും. ഡിമാൻഡ് കർവ് ഇയിൽ നിന്നും ആണ് ഇക്വിലിബ്രിയം, അതിൽ പ്രൈസ് പിയും ആണ്. ആ സമയത്ത് ഡിമാൻഡ് കർവ് ഡി എന്നുള്ള D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് E1 ആയിട്ട് മാറും. അപ്പോൾ പ്രൈസ് കൂടും. അതേപോലെ D2ലേക്ക് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് E2 ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറയും. അപ്പോൾ ഹയർ ഡിമാൻഡുള്ള സമയത്ത് പ്രൈസ് കൂടും, ലോവർ ഡിമാൻഡുള്ള സമയത്ത് പ്രൈസ് കുറയും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഷോർട്ട് റണ്ണിലെ ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. എ ഫേം ഈസ് ഇൻ ഇക്വിലിബ്രിയം ഇൻ ദ ഷോർട്ട് റൺ when it has no tendency to expand or contract its output. ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം എത്തുന്നത് ആ ഫേമിന് ഒരു ടെൻഡൻസി ഉണ്ടാവില്ല ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കോൺട്രാക്ട് ചെയ്യും. ആൻഡ് വാണ്ട്സ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. അവർക്ക് എന്തേ ഉണ്ടാവുള്ളൂ? മാക്സിമം പ്രോഫിറ്റ് ആൻഡ് ടു ഇൻകർ മിനിമം ലോസ് എന്ന മാക്സിമം പ്രോഫിറ്റ് ഓർ ടു ഇൻകർ മിനിമം ലോസ്. ദ ഷോർട്ട് റൺ is a period of time in which the firm can vary its output. ഷോർട്ട് റൺ എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ടൈം ആണ്. അവിടെ ഔട്ട്പുട്ട് വേരി ചെയ്യും ബൈ ചേഞ്ചിങ് ദ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫേമിന്റെ ഔട്ട്പുട്ട് വേരി ചെയ്യും. ദ നമ്പർ ഓഫ് ഫേം ഇൻ ദ ഇൻഡസ്ട്രി ഈസ് ഫിക്സഡ്. ഇവിടെ ഫേം എത്ര ഫേം ഉണ്ട് ഇൻഡസ്ട്രിയിൽ എന്നുള്ള ഫിക്സഡ്. ബിക്കോസ് നെയ്തർ ദ എക്സിസ്റ്റിംഗ് ഫേം ക്യാൻ ലീവ് നോർ ന്യൂ ഫേം ക്യാൻ എൻ്റർ ഇറ്റ്. ഷോർട്ട് പീരീഡിൽ പുതിയൊരു ഫേമിന് എൻ്റർ ചെയ്യാനോ അതേപോലെ എക്സിറ്റ് ചെയ്യാനോ കഴിയില്ല. ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാർജിൻ അനാലിസിസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ. രണ്ട് രീതിയിൽ നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തെ നമുക്ക് വിശദീകരിച്ച് പറയാം. ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ അനാലിസിസ് ഉണ്ട്, മറ്റൊന്ന് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ അനാലിസിസ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ടോട്ടൽ അപ്രോച്ചാണ്. ടോട്ടൽ അപ്രോച്ച് പ്രകാരം നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ പ്രോഫിറ്റ് എപ്പോഴാണ് നമുക്ക് ഏൺ ചെയ്യാം? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്തോറും പ്രോഫിറ്റ് കൂടും. ദ ടോട്ടൽ പ്രോഫിറ്റ് ആർ മാക്സിമം വെൻ ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC is greatest. The equilibrium output of the firm is the output which total profit are maximized. ഈ ഗ്രാഫിൽ ഇതിലേക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് സമയത്ത് TC കൂടുതലും TR കുറവുമായിരുന്നു. അതിന് TC കൂടി പോകുന്ന TC ഔട്ട്പുട്ട് കൂടുന്തോറും TCയേക്കാളും കൂടുതൽ TR വരും. അങ്ങനെ അതിൻ്റെ ഒരു ആ XE ഔട്ട്പുട്ട് ലെവലിൽ മാക്സിമം പ്രോഫിറ്റ് ടോട്ടൽ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ കോസ്റ്റ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള പോസിറ്റീവ് ഡിഫറൻസ് വളരെ കൂടുതൽ, ഏറ്റവും കൂടുതലുള്ള XE ഔട്ട്പുട്ട് ലെവലിലാണ് മാക്സിമം പ്രോഫിറ്റ്. അവിടെ നിന്ന് വീണ്ടും ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും പ്രോഫിറ്റ് കുറയും. പിന്നീട് എന്ത് ചെയ്യും? ബ്രേക്ക് ഇവനിലെത്തും, വീണ്ടും ലോസിലോട്ട് പോകും ഓക്കെ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യമുള്ളത്. ഇനി മാർജിനൽ അപ്രോച്ച് പ്രകാരം പറയുന്നത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ അഡീഷൻ ചെയ്യുക. ഇപ്പോൾ അഡീഷണലായിട്ട് സെയിൽ ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൽ അഡീഷൻ വരിക. എപ്പോൾ അഡീഷണലായിട്ട് ഒരു വൺ മോർ കമ്മോഡിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ചിനെ എന്ന് പറയാം മാർജിനൽ കോസ്റ്റ് എന്ന്. ഈ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് എന്താണ്? മാർജിനൽ റവന്യൂ ടോട്ടൽ റവന്യൂവിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ. മാർജിനൽ റവന്യൂ ഇസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഫോർ 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി സോൾഡ്. ദസ് MR
ഈക്വൽ ദ സ്ലോപ്പ് ഓഫ് ടി ആർ കർവ്. ടി ആർ കർവിന്റെ സ്ലോപ്പാണ് എം ആർ. സിൻസ് പെർഫെക്റ്റ് കോമ്പിനേഷൻ പി ഈസ് കോൺസ്റ്റന്റ് ഫോർ ദ ഫേം, എം ആർ ഈക്വൽസ് പി. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പി എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ്. അതുകൊണ്ട് എം ആർ ഈക്വൽസ് പി. ദ മാർജിനൽ അപ്രോച്ച് ടെൽ us that perfectly competitive firm maximize its short run total profit at the output level where MR or P equal marginal cost. ഈ മാർജിനൽ അപ്രോച്ച് പ്രകാരം പറയുന്നത് എം സിയും എം ആറും ഈക്വൽ ആവുന്ന പോയിന്റ്, ആ പോയിന്റിൽ എന്തായിരിക്കും? എം സി ഈസ് റൈസിങ്. ആ സമയത്ത് എന്താണ്? എം സി കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നോക്കുക, ഈ ഇത് പ്രകാരം എം സി എം ആറും ഈക്വൽ ആവുന്നത് ക്യൂ സ്റ്റാർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബി എന്ന പോയിന്റിൽ. അവിടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്, ആവറേജ് കോസ്റ്റ് ഈ പോയിന്റിലാണ്. ആവറേജ് കോസ്റ്റ് ഈ പോയിന്റിലാണ്. അവിടെ എന്താണ്? ഈ സമയത്താണ് ഫേം ആവറേജ് കോസ്റ്റ് നെക്കാട്ടിലും കൂടുതലാണ് പ്രൈസ്. അതുകൊണ്ട് തന്നെ ആവറേജ് കോസ്റ്റിനെക്കാട്ടി കൂടുതലാണ് എ ആർ. സോ ഫേം ഏൺ മാക്സിമം പ്രോഫിറ്റ്. ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് പി സ്റ്റാർ ബി എ പി ഡാഷ് എന്ന ഈ റെക്റ്റാങ്കിൾ ആണ് ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്. സമയത്ത് എം സി ഈസ് ഈക്വൽ ടു എം ആർ ആൻഡ് എം സി ഈസ് റൈസിങ്. രണ്ട് കണ്ടീഷനാണ്. ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ആ സമയത്ത് എം സി എം ആർ ഈക്വൽ ആയിരിക്കും. അത് ഇവിടെ നമ്മൾ കണ്ടു. അതേപോലെ സ്ലോപ്പ് ഓഫ് എം സി, എം സിന്റെ സ്ലോപ്പ് എം ആറിന്റെ സ്ലോപ്പിനെ കാട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എന്ന് പറഞ്ഞാൽ എം ആറിന്റെ സ്ലോപ്പ് ഒരേപോലെയാണ്, എം സി റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വേഴ്സസ് ലോസസ്. ഫസ്റ്റ് ഗ്രാഫ് നോക്കുക. പ്രൈസ് ഈസ് ഹയർ ദാൻ ദ ഷോർട്ട് റൺ എ സി. ഫസ്റ്റിൽ പ്രൈസ് ഷോർട്ട് റൺ എ സിനെ കാട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. സെക്കൻഡിൽ നോക്കുക, എം സി എം ആറും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഔട്ട്പുട്ട്. പക്ഷെ ഇവിടെ എ സി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈസ്. പ്രൈസിനെ കാട്ടി കൂടുതലാണ് എ സി. സോ ഹിയർ ഫേം ഏൺ ലോസസ്. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയം എന്ന് പറയുന്നത് പ്രൈസ് ഈസ് ഹയർ ദാൻ ദ ഷോർട്ട് റൺ എ സി. ഷോർട്ട് റൺ എ സിനെ കാട്ടി കൂടുതലായിരിക്കും പ്രൈസ്. അതുപോലെ തന്നെ പ്രൈസ് ലെസ് ദാൻ ഷോർട്ട് റൺ എ സി ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? ഫേം ഏൺ ചെയ്യുന്നത് ലോസസ് ആയിരിക്കും. നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ്. എപ്പോഴാണ് ഒരു ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ്? എ സി ഈസ് ലെസ് ദാൻ പ്രൈസ്. ലോസ് എപ്പോഴാണ്? എ സി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈസ്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഈക്വൽ ടു എ സി. എ സിയും പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റിൽ നോർമൽ പ്രോഫിറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്. ഇവിടെ എ സിയും എ ആറും ഈക്വൽ ആണ്. അതുപോലെ എം സിയും ആ പോയിന്റിൽ ഈക്വൽ ആയിരിക്കും. അപ്പം മൂന്ന് കാര്യമാണ്: സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ലോസ്, നോർമൽ പ്രോഫിറ്റ്. ഷട്ട് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് ആണ് ദ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻ, എം സി ഈസ് ഈക്വൽ ടു എം ആർ, എം സി ഈസ് റൈസിങ്. അപ്പൊ ഫേം ലോസ് ഇൻകർ ചെയ്യുക, പ്രൈസ് ഈസ് ലെസ് ദാൻ എ സി. ദ പോയിന്റ് അറ്റ് വിച്ച് പ്രൈസ് ഈക്വൽ ടു എ വി സി. പ്രൈസ് എ വി സിക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് ലോസസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് കോൾഡ് ഷട്ട് ഡൗൺ പോയിന്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും ലോസ്. അതേപോലെ തന്നെ എ വി സി ഈസ് പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റ്. നോക്കാം, ഈ P1 പ്രൈസ് എത്തുമ്പോൾ എ വി സിയും പ്രൈസും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ആ സമയത്ത് ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും ലോസ്. ഷട്ട് ഡൗൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇസ് ഈക്വൽ ടു എ ബി സി. പ്രൈസ് ഷോർട്ട് റൺ എ ബി സിയിൽ എത്തുന്ന പോയിന്റിൽ ഉള്ള പ്രൈസിനെ നമ്മൾ ഷട്ട് ഡൗൺ പ്രൈസ് എന്ന് പറയും. അതിനെക്കാട്ടിലും എ ബി സിനെ കാട്ടിലും പ്രൈസ് കുറയും തോറും കുറയുകയാണെങ്കിൽ ഫേം എന്ത് ചെയ്യേണ്ടി വരും? ഷട്ട് ഡൗൺ അടച്ചു പൂട്ടേണ്ടി വരും. ആ പോയിന്റിൽ എത്തിയാൽ
ഫേം അടച്ച് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പോയിന്റിൽ പ്രൈസും SAVCയും ഈക്വൽ ആവുന്ന പോയിന്റിൽ ഷട്ട് ഡൗൺ പ്രൈസ് ആണ്. ആ പോയിന്റിൽ പ്രൈസ് ഈക്വൽ ടു ABC ആയിരിക്കും. ആ സമയത്ത് തന്നെ ആൻഡ് ലോസസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. പ്രൈസ് ABCക്ക് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നഷ്ടമായിട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ആ പോയിന്റിൽ ഫേം ഷട്ട് ഡൗൺ പോയിന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതുവരെ ഷോർട്ട് റൺ എന്ന് പറഞ്ഞു. ഷോർട്ട് റണ്ണിൽ ഫേമിൽ കുറച്ച് ഫിക്സഡ് ഉണ്ടാവും, വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇവിടെ ലോങ് റണ്ണിൽ there is no fixed. Okay, long run equilibrium of the firm LAC tangent to demand curve. LAC എന്തായിരിക്കും? ഡിമാൻഡ് കർവിന് ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ്. A firm can only earn normal profit. ലോങ് റണ്ണിൽ ഫേം എന്തേ ഉള്ളൂ? നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏണുകയുള്ളൂ. എന്തുകൊണ്ടാ? ഇഫ് ദേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ന്യൂ ഫേം വിൽ എൻ്റർ ദ ഇൻഡസ്ട്രി. ഒരു ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഫേം കടന്നു വരും. അതേപോലെ തന്നെ ഒരു ഫേം മേക്ക് ലോസസ്, സം ഫേം വിൽ എക്സിറ്റ് ദ ഇൻഡസ്ട്രി. ലോങ് റണ്ണിൽ ഒരു ഫേം ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ഫേം എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. ലോങ് റണ്ണിൽ അതിനുള്ള സമയമുണ്ടാവും. ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. ദ ബെസ്റ്റ് ഓർ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോർ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം ഇൻ ദ ലോങ് റൺ ഈസ് ഗിവൺ ബൈ ദ പോയിന്റ് വേർ P or MR ഈക്വൽ ടു LMC. നേരത്തെ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞത്? MC-യും MR ഈക്വൽ. ഇത് ലോങ് റൺ MC-യും MR-ഉം ഈക്വൽ ആവുന്ന പോയിന്റ്. ആൻഡ് LMC ഈസ് റൈസിങ്. അവിടെ എന്തായിരിക്കും? LMC റൈസിങ് ആയിരിക്കും. ഷോർട്ട് റൺ AC എന്ന് പറയുന്നത് ഷോർട്ട് റൺ AC, അതേപോലെ ഷോർട്ട് റൺ MC-യും ഇന്റെയും ഒക്കെ എൻവലപ്പ് കർവുകളാണ് അതിന്റെ ലോങ് റൺ കർവ്. അപ്പോൾ MR ഈക്വൽ ടു LMC, അവിടെ LMC എന്ന റൈസ്, ആ പോയിന്റിലാണ് എന്ത്? ഇക്വിലിബ്രിയം എത്തുക. അവിടെയാണ് E1 എന്ന പോയിന്റ്. ഫേം നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ P, MR, LMC അതുപോലെ തന്നെ LAC ഇതെല്ലാം അവിടെ ഈക്വൽ ആയിരിക്കും. If at this level of output the firm is making a profit, more firm will enter the perfectly competitive industry until all profit are squeezed out. ഇതൊരു ഫേം അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? സ്ക്യൂസ് ഔട്ട് ആവും. Since the firm is making profit in the long run, more firm will enter the industry attracted by those profit. Making കുറെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഫേം കടന്നു വരും. The market supply of the commodity will increase. Market supply കൂടും. Causing the market equilibrium price to fall. അതിനനുസരിച്ച് equilibrium price കുറയും. This will continue until all firm just break even. അതുകൊണ്ട് തന്നെ അവിടെ equilibrium price കുറയും. അത് ഏതുവരെ കണ്ടിന്യൂ ചെയ്യും? എല്ലാ ഫേമും നോർമൽ പ്രോഫിറ്റ് കൈവരിക്കുന്നത് വരെ, ബ്രേക്ക് ഇവനിലെത്തും. അതുകൊണ്ട് തന്നെ അറ്റ് പോയിന്റ് E വേർ P is equal to MR is equal to SMC, LMC, SAC, LAC, the firm will operate the optimum scale of plant at the optimum rate of output and will make zero profit. Normal profit ആയിരിക്കും ഉണ്ടാവും. All firm in the industry find themselves in the same situation. എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേമിനും അതായിരിക്കും. So there is no incentive for any of them to leave the industry or for new firm to enter it. പുതിയൊരു ഫേം കടന്നു വരികയും അതേപോലെ പുതിയൊരു ഫേം ലീവ് ചെയ്യുന്നതിനും അവിടെ ഉള്ള ചാൻസ് ഇല്ല. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയം ഫേം എന്ന് പറയുന്നത് ഈ ഫേമിൽ LMC-യും LAC-യും പ്രൈസും AR-ഉം MR-ഉം എല്ലാം ഈക്വൽ ആവുന്ന പോയിന്റ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി. ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം, ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം. ഇൻഡസ്ട്രി പറഞ്ഞാൽ കുറെ ഫേം ചേർന്നതാണ്. അപ്പോൾ ഒരു ഫേം ഇക്വിലിബ്രിയം എത്തുക MC-യും AR-ഉം അതിനോട് കറസ്പോണ്ട് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക? ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുക. സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ്. അതേപോലെ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി. ലോങ് റണ്ണിൽ നമ്മൾ പറഞ്ഞു ഫേമിന്റെ LMC is equal to LAC is equal to price or MR. ആ ലെവലിലുള്ള പ്രൈസിന് ഈക്വൽ ആയിട്ടുള്ള പ്രൈസ് സപ്ലൈയും
ഡിമാൻഡും ഇൻഡസ്ട്രിയുടെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്ന പോയിന്റിൽ ആയിരിക്കും ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ എത്തുക. അപ്പോൾ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്തുള്ള പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും അതിലുള്ള ഔട്ട്പുട്ടിന് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലാ ഫേമിൻ്റെതും പ്രൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദേ ആർ പ്രൈസ് ടേക്കർ. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് പീരീഡ് പറഞ്ഞു, ഷോർട്ട് പീരീഡ് പറഞ്ഞു, ലോങ് റൺ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.